തങ്ങൾ സഹായിക്കാനും സംരക്ഷിക്കാനും കഴിവുള്ള ആളാണ്. അത് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടാണ് സഹായിക്കുന്നത്. കാര്യകാരണ ബന്ധങ്ങളുമായി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവിടുത്തെ സഹായമുള്ളത്. ഞാൻ നിർത്തുന്നു. ചില അനാചാരങ്ങൾ നിങ്ങൾ കാണാം. ആ അനാചാരങ്ങൾ കണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ഇത് ഗൗരവത്തോടുകൂടെ നമ്മുടെ മുജാഹിദിന്റെ പ്രവർത്തകർ മനസ്സിലാക്കണം. ഒന്ന്, ഈ കഴിഞ്ഞ വിജയദശമി ദിവസത്തില് മുസ്ലിം കുട്ടികളെ എഴുത്തിനിരുത്താൻ കൊണ്ടുപോവുകയാണ്. നോക്കൂ, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന ആഹ്വാനം നൽകപ്പെട്ടവരാണ് നമ്മൾ. എപ്പോഴും എഴുത്തും വായനയും പഠിക്കാം. പക്ഷേ വാഗ്ദേവതയുടെ പ്രീതി കിട്ടാൻ വേണ്ടി ഒരു പ്രത്യേക ദിവസം കുട്ടികളെ എഴുത്തിനിരുത്താൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ബഹുമാന്യരായ ഹൈന്ദവ സഹോദരങ്ങളുടെ ആ ദേവതയുടെ പ്രീതി കിട്ടാൻ പോകുമ്പോ മുസ്ലിം കുട്ടികൾ എത്രയാണ് കോഴിക്കോട്ടും മലപ്പുറത്തും കണ്ണൂരിലും തിരുവനന്തപുരത്തുമൊക്കെ എഴുത്തിനിരുത്താൻ പോയത്. ഈ പ്രസ്ഥാനത്തിന് അടുത്ത് പിരിഞ്ഞു പോയ ഞങ്ങളുടെ സുഹൃത്തുക്കള്, ആ സുഹൃത്തുക്കളുടെ ഖതീബുമാർക്ക് പരിശീലനം കൊടുക്കുന്ന NP ഹാഫിസ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി കോഴിക്കോട്ട് വന്ന് കുട്ടികളെ എഴുത്തിനിരുത്തി. വിഷമത്തോടുകൂടി, പ്രയാസത്തോടുകൂടി അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, പിരിഞ്ഞു പോകേണ്ട, ആദർശ വ്യതിയാനമാണ് അപ്പുറത്തുള്ളത് എന്ന് പറഞ്ഞപ്പോ പലരും ധരിച്ചു എവിടെ ആദർശ വ്യതിയാനം. പക്ഷേ വ്യക്തമായി കുട്ടികളെ എഴുത്തിനിരുത്തുന്ന കളർ ഫോട്ടോയാണ് മനോരമ പ്രസിദ്ധീകരിച്ചത്. കണ്ട നിങ്ങൾ മൗലവിമാര് ചെയ്തത് ഇപ്പൊ തുറന്നു പറയാം. ഭിന്നിച്ചപ്പോഴാ തുറന്നു പറയുന്നത്. എന്താണ്? MP ഹാഫിസ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി മുജാഹിദുകൾക്ക്, മുജാഹിദിന്റെ ഖതീബുമാർക്ക് പ്രത്യേകം കോച്ചിങ്ങും പരിശീലനവും കൊടുക്കുന്ന പണ്ഡിതൻ. ആ പണ്ഡിതൻ വിജയദശമി ദിവസത്തിൽ ദേവതയുടെ പ്രീതി കിട്ടാൻ വേണ്ടി കുട്ടികളെ എഴുത്തിനിരുത്തിയിരിക്കുകയാണ്. എത്ര ഗൗരവമുള്ള തെറ്റാണിത്! ഒരു അന്യമതസ്ഥരുടെ ആചാരം, അനുഷ്ഠാനം, അത് പ്രീതി ലഭിക്കണമെന്ന നിലയ്ക്ക് ഒരു മുസ്ലിമാണ് ചെയ്യുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതനാണ് ഹാഫിസ് മുഹമ്മദ്. സുബ്ഹാന ജല്ല ജലാലുഹു. പ്രീതി കിട്ടാൻ വേണ്ടി, ഒരു വലിയന്റെ പ്രീതി കിട്ടാൻ വേണ്ടി, റസൂലുള്ളാഹി തങ്ങളുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് റൗള ഷരീഫിലേക്ക് ഒരാൾ പോയാൽ കടുത്തു തെറ്റ്, അയാൾ മുശ്രിക്ക്. ഇനി അതിന്റെ അപ്പുറം അയാൾ വിളിക്കാൻ ഒരു പേരുമില്ല. ഏതായാലോ മുജാഹിദുകൾക്ക് എന്ത് തോന്നിവാസം ചെയ്യാം, എന്ത് അനാവശ്യ പ്രവർത്തനം ചെയ്യാം. മറ്റൊന്ന് കണ്ട നിങ്ങൾ, ശ്രീനാരായണ ഗുരുവിന്റെ ആണ്ടിനോടനുബന്ധിച്ച്, സമാധിയോടനുബന്ധിച്ച് ഒരു മൗലവി ദീപം കൊളുത്തുന്ന ഫോട്ടോ, അതാണ് ഈ കാണാൻ പോകുന്നത്. അത് ഞാൻ പറഞ്ഞു എന്ന പേരിൽ നിങ്ങൾ ധരിക്കണ്ട, പറയുന്നത് സക്കരിയ സലാഹിയാണ്. ഇനി മാത്രമല്ല സുഹൃത്തുക്കളെ, സാക്ഷാൽ സലാഹുദ്ദീൻ മദനി ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയോടനുബന്ധിച്ച് ദീപം കൊളുത്തുന്നതാണിത്. അല്ലേ? സലാഹിയാണത്. ചവറ. അപ്പൊ സ്വന്തം അനുയായികളിൽ തന്നെ ശിർക്ക് ചെയ്യുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരും അതിന് പ്രോത്സാഹനം കൊടുക്കുന്നവരും ഉണ്ടായിട്ട് അത് പൂഴ്ത്തി വെച്ച് സമുദായത്തിന്റെ മുമ്പിൽ മറ്റുള്ളവരെ മുശ്രിക്കുകളും കാഫിറുമാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു? സമുദായം തിരിച്ചറിയട്ടെ. ഒരു ശിർക്കൻ പ്രവർത്തനം അനുയായി ചെയ്യുന്നത് കണ്ടിട്ട് അതിനെതിരെ ശബ്ദിക്കാതെ, അത് നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കി തെറ്റിദ്ധരിച്ച പാവങ്ങളുടെ തെറ്റിദ്ധാരണ തീർത്തു കൊടുക്കാതെ അതിന് മൗനം വീക്ഷിച്ചാൽ അവന്റെ ഇസ്ലാമിക വിധി എന്താണ്? സമുദായം മനസ്സിലാക്കട്ടെ.